ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ അസമാധാനങ്ങളുണ്ട്, യുദ്ധങ്ങളും അതുപോലെ തന്നെ രക്തച്ചൊരിച്ചിലുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണത്. പലപ്പോഴും ആളുകളിങ്ങനെ പറയും, എന്താണ് ലോകത്തെ എല്ലായിടത്തും പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണുന്നു, അതിൻ്റെ കാരണം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പലതിലേക്കും ആട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഇന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, ഇന്ന മതക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രൂപത്തിൽ അതിനെ വിശദീകരിക്കുന്നതും അല്ലെങ്കിൽ ബ്ലെയിം ഗെയിം ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. പക്ഷേ നമ്മളിപ്പം ഇന്നത്തെ ലോകം മാത്രം എടുക്കുക, കഴിഞ്ഞ പാസ്റ്റിലേക്കൊക്കെ നമുക്ക് പോകാം. അതിനു മുമ്പ് ഇന്നത്തെ ലോകം മാത്രം എടുത്ത് നോക്കുക. ഇന്ന് ലോകത്ത് എവിടെയൊക്കെയാണ് യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എന്നും എന്തുകൊണ്ടാണ് ആ സ്ഥലങ്ങൾ അസമാധാനപരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്നുമുള്ള ഒരു പരിശോധന നമ്മൾ പരിശോധിച്ച് നോക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഒറ്റ ഒരു കേന്ദ്രബിന്ദുവിൽ നിന്ന് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള വാദമൊന്നുമില്ല. എല്ലാത്തിൻ്റെയും പിന്നിൽ ഒറ്റ ഒരാളാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളാണ് എന്നുള്ള രൂപത്തിലല്ല. പക്ഷേ പൊതുവിൽ നമ്മുടെ ലോകക്രമത്തിൽ അസമാധാനമുണ്ടാകുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കുക. ഒന്നാമത്തെ പിന്നെ പല സ്ഥലങ്ങൾ, അപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ വെനസ്വേല എന്ന് പറയുന്നത്. വെനസ്വേലയിലേക്ക് പിന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്, ആ രാജ്യം നമുക്കറിയാം ലോകത്ത് തന്നെ ഏറ്റവും വലിയ, സൗദി അറേബ്യയേക്കാൾ ക്രൂഡ് ഓയിലുള്ള ഒരു പ്രദേശമാണ്. ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിലിന്റെ സാന്നിധ്യമുള്ള, ഏറ്റവും കൂടുതൽ ഓയിൽ ധാതു ലവണങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ട രാജ്യമാണ് വെനസ്വേല. ആ രാജ്യം ഒന്നെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വലിയ പരാജയത്തിലേക്ക് അല്ല. ശരിക്കും ആലോചിച്ചൊക്കെ ക്രൂഡ് ഓയിൽ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഗൾഫ് രാജ്യങ്ങൾ, GCC കൺട്രീസ്. അപ്പോൾ അവര് അത്രയും നല്ല ഒരു അവസ്ഥയിലേക്ക് എത്താൻ കാരണം ഈ പറഞ്ഞ ക്രൂഡ് ഓയിലാണ്. അപ്പം അത് ഉണ്ടായിട്ടും, അത് സൗദി അറേബ്യയേക്കാൾ ഉണ്ടായിട്ടും വെനസ്വേല അവിടെയുള്ള ജനങ്ങൾ ദാരിദ്ര്യത്തിലാണ്, പട്ടിണിയാണ്, വലിയ പ്രയാസം. രാജ്യം മൊത്തത്തിലെ പ്രയാസം അനുഭവിക്കുകയാണ്. ദാറ്റ് മീൻസ് GCC കൺട്രികളേക്കാൾ കൂടുതൽ വെൽത്ത് ഉണ്ടാവേണ്ട. മാത്രമല്ല വെനസ്വേല എന്ന് പറഞ്ഞാൽ അമേരിക്കയിലേക്ക് ലീൻ ചെയ്തിട്ടുള്ള രാജ്യമാണ്. സോ കുറച്ചും കൂടി അതിന് മീൻസ് ജോഗ്രഫിക്കലി സൗകര്യങ്ങൾ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടി എക്സ്ട്രാ ഉണ്ട്. മീൻസ് GCC കൺട്രീസിലുള്ള ആഫ്രിക്കയും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റും ഒക്കെ ഉള്ള അത്രയും ഓയിൽ സമ്പന്നമായിട്ടുള്ള രാജ്യങ്ങളുടെ പരിസരത്തല്ല, കുറച്ച് മാറിയിട്ടാണ്. മീൻസ് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. അവർക്ക് ആ തരത്തിലുള്ള മാർക്കറ്റുകൾ ഓപ്പൺ ആണ്. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിൽ പോലും എന്ത് ചെയ്യുന്നു, വെനസ്വേല സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ തകരുന്നു. ആ തകർച്ചയ്ക്ക് ശേഷം അമേരിക്ക വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവരുടെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടു പോകുന്നു. മൊത്തത്തിൽ രാജ്യത്തെ അമേരിക്കയുടെ നിയന്ത്രണത്തിലാക്കുന്നു, അഥവാ അവിടുത്തെ സമാധാനം ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയും. ഇത് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണ്? നമ്മളിങ്ങനെ ജസ്റ്റ് വളരെ പെരിഫറലായിട്ട് പിന്നെ മദ്യൂറോ ആണോ ശരി, ട്രംപ് ആണോ ശരി, അങ്ങനെ ചർച്ച ചെയ്യുന്നതിനപ്പുറത്ത് എന്തുകൊണ്ടാണ് അൾട്ടിമേറ്റ്ലി ഇതിങ്ങനെ സംഭവിച്ചത്? വെനസ്വേല ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമുക്കറിയാം അവിടേക്ക് ഷിപ്മെൻറ്റുകൾ അയച്ചിട്ട് ഏതാനും ആഴ്ചകളായി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ എന്ത് ചെയ്തിട്ടുള്ളത്, പിന്നെ അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടിട്ടുള്ളത്. ഇത് ഏറ്റവും അവസാനത്തെ എപ്പിസോഡ് മാത്രമാണ്. എന്തുകൊണ്ട് ആ രാജ്യം ഇങ്ങനെയായി, എന്തുകൊണ്ട് അവർക്ക് ക്രൂഡ് ഓയിൽ ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി എന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് വെനസ്വേലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ കുറച്ചൊന്ന് ചരിത്രത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അവിടെ ക്രൂഡ് ഓയിൽ ഉണ്ടായിരുന്നു, അവിടെ അമേരിക്കൻ കമ്പനീസ് അത് ഓപ്പറേറ്റ് ചെയ്തിരുന്നു. പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഷാവേസ് വന്ന് അത് ദേശസാൽക്കരിക്കുന്നത്. അത് അവരുടെ ക്രൂഡ് ഓയിൽ അവർ തന്നെ ഉപയോഗിക്കട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ഗുണം ഞങ്ങളുടെ ജനങ്ങൾക്ക് തന്നെ കിട്ടട്ടെ എന്നുള്ള ഒരു നയം എടുക്കുന്നത്. ഇതെടുക്കുമ്പോൾ ആ തീരുമാനം, അതായത് ഞങ്ങളുടെ ക്രൂഡ് ഞങ്ങൾക്കാണ്, ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം തീരുമാനിക്കുകയാണ് ഞങ്ങളുടെ ക്രൂഡ് ഞങ്ങൾ തന്നെ, സ്വാഭാവികമായിട്ടുള്ള തീരുമാനമാണ്. അപ്പം ആ തീരുമാനം പക്ഷേ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി എന്നതുകൊണ്ട് മാത്രം ഇത്രയും കാലം, വർഷങ്ങളായി അവർ പലതരത്തിലുള്ള ഉപരോധങ്ങളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡ് മാത്രമാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഷാവേസ് വരുന്നു, ഷാവേസിന് മറുപടി വരുന്നു, മറുപടിയും രണ്ടുപേരെയും ഇവർ വളരെ രീതിയിൽ എതിർക്കുന്നു. അവസാനം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു നീക്കങ്ങൾ ഇപ്പോൾ ഒരുപാട് കാലമായി. ആ നീക്കങ്ങളുടെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ പ്ലാൻഡ് ആയിട്ട്, ഒന്നുകിൽ വെനസ്വേല ഞങ്ങൾക്ക് വിധേയരാവണം, ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ട്രാൻസാക്ഷൻ നടത്തണം, ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ സമ്പത്ത് ഉപയോഗിക്കണം, ഞങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് മാത്രം നിൽക്കണം. അതാണ് ഒരു ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഇഞ്ചിഞ്ചായി നിങ്ങളുടെ രാജ്യത്തില്ലാതേക്കും, നിങ്ങളുടെ പരമാധികാരത്തില്ലാതേക്കും, നിങ്ങൾ തന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങുന്നുള്ള ചുരുക്കം. എന്ത് ചെയ്യുന്നു, അവർക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നു, അവരുടെ ഓയിൽ മാർക്കറ്റിൽ അവരുടെ ക്രെഡിബിലിറ്റി ഇല്ലാതെയാവുന്നു, അവർക്കുള്ള സാധ്യതകൾ ഇല്ലാതെയാവുന്നു, അവർക്കുള്ള ഓപ്ഷനുകൾ ഇല്ലാതെയാക്കുന്നു. അവസാനം അത് എവിടെ വരെ എത്തിയെന്ന് വെച്ചാൽ, ഇൻഫ്ലേഷൻ റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ അതിഭീമമായിട്ടുള്ള, അഥവാ ഇതുവരെ ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ അനുഭവിക്കുന്ന രാജ്യമായിട്ട് വെനസ്വേല മാറുകയാണ്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പം,
അഥവാ ആളുകൾ ഉന്തുവണ്ടിയിലൊക്കെ പണം കൊണ്ടുപോയി സാധനം വാങ്ങേണ്ടി വരുന്ന അവസ്ഥ. പണപ്പെരുപ്പം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള മനസ്സിലാക്കേണ്ടതെന്ന് വിചാരിക്കുന്നത്. അഥവാ ക്യാഷിൻ്റെ മൂല്യം മാറും. അപ്പം ഇന്ത്യയിൽ പണപ്പെരുപ്പം 10% എന്ന് പറയാം ആവറേജ്. ഇന്ത്യയിൽ 10% ഇൻഫ്ലേഷൻ ഉള്ളത്. അഥവാ ഇന്ന് നമ്മുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ നാളെ ഇതേ സമയത്ത് 100 രൂപൻ്റെ വാല്യൂ 90 രൂപയായിട്ട് മാറിയിട്ടുണ്ടാവും. 10% എന്ത് ചെയ്യുന്നുണ്ട്? പണം പെരുകുന്നുണ്ട്, ആ പണത്തിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഇന്ത്യയിൽ 10% ഉണ്ടാകുമ്പോൾ 10% പോലും ഇന്ത്യ ഭയങ്കര സംഭവമായി റിവ്യൂ ചെയ്യുന്ന സമയത്ത് അത് വെനസ്വേലയിൽ ഉണ്ടാകുന്നത് 270%, 600% എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അത് വീണ്ടും കുറേ കൂടുകയൊക്കെ ചെയ്യുന്നു. കുറേ കൂടുന്നൊക്കെ പറയുമ്പോൾ അത് 300-ൻ്റെയും അല്ലെങ്കിൽ 270-ൻ്റെയും 400-ൻ്റെയും അതേപോലെ 180, 150-ൻ്റെയൊക്കെ ഇടയിലാണ്. 170% ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക. നേരത്തെ പറഞ്ഞ കാര്യം വെച്ച് കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ താരതമ്യം വെച്ച് മനസ്സിലാക്കി വെക്കുക. അഥവാ ഒരു വർഷം കൊണ്ട് ആളുകളുടെ കയ്യിലുള്ള കാശിന് ഒരു മൂല്യമില്ലാത്ത അവസ്ഥയ്ക്ക് വരുന്നു. ഇന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ, ഇപ്പോൾ ഇന്ത്യൻ മണ്ണിൽ പറയുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ വാല്യുള്ള ഒരാൾ ഇതേ കാശ് കയ്യിലിരിക്കെ അയാൾ വേറൊന്നും ചെയ്യുന്നില്ല, ആ കാശ് കയ്യിൽ അങ്ങനെ വെക്കുകയാണ്. അതങ്ങനെ വെക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? അതിൻ്റെ മൂല്യം കുറയുന്നു. ദാറ്റ് മീൻസ് ഇന്ന് സമ്പന്നനായിട്ടുള്ള ഒരാൾ അധ്വാനിച്ചു കൊണ്ടേ ഇരിക്കെ തന്നെ അയാൾ ദരിദ്രനായിട്ട് മാറുന്നു, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തുന്നു. വേറൊന്നുമില്ല, അമേരിക്കയുടെ താല്പര്യത്തിന് ഒരു വിധേയരായിട്ടില്ല. ആ വിധേയത്വം കാണിക്കാത്തത് കൊണ്ട് മാത്രം എന്ത് ചെയ്യുന്നു? ഈ രാജ്യത്തിന് മൊത്തം ലോക്ക് ചെയ്യുന്നു. അവരുടെ സമ്പത്ത് അവർക്ക് വിൽക്കാൻ പറ്റില്ല, അവരുടെ സമ്പത്ത് അവർക്ക് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റില്ല. അവരുടെ കയ്യിലുള്ള കാര്യങ്ങൾ ഇറക്കിക്കൊണ്ട് വിറ്റുകൊണ്ട് ഞങ്ങളുടെ കയ്യിലുള്ള കാര്യം വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ അവകാശമാണ്. അതുപോലും സമ്മതിക്കൂല. അല്ല, സമ്മതിക്കാതിരിക്കാനുള്ള കാരണങ്ങളായിട്ട് പലതും പറയും. ആയുധ വ്യാപാരം, അതേപോലെ തന്നെ മയക്കുമരുന്ന്, ഡ്രഗ്സ്, അങ്ങനെ വിഷയങ്ങൾ ഇഷ്ടംപോലെ പറയും. പക്ഷെ ആക്ച്വലി പരിശോധിക്കുന്ന സമയത്ത് കാണാൻ കഴിയും ഇതിനൊന്നും അവർക്ക് തെളിവുകൾ സമർപ്പിക്കാനില്ല. ഒരു തെളിവ് സമർപ്പിക്കാനില്ല. തെളിവ് സമർപ്പിക്കാനുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട തെളിവുകൾ കൊണ്ട് ICJയിലോ അല്ലെങ്കിൽ ICCയിലും വീറ്റോ പവറുള്ള അത്രയും സ്വാധീനമുള്ള രാജ്യമാണ് അമേരിക്ക എന്ന് പറഞ്ഞാൽ. അമേരിക്കയുടെ അത്ര സ്വാധീനമുള്ള രാജ്യങ്ങൾ വളരെ കുറവാണ്. റഷ്യനേക്കാളും ചൈനയേക്കാളും ഒരു പടി മുകളിലാണ് അമേരിക്കയുടെ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ. അവിടെ ഒരു കേസ് ഫയൽ ചെയ്ത് അതിനെതിരെ ഒരുപാട് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ആ തരത്തിലുള്ള പോരാട്ടമാണ് നടത്തേണ്ടത്. പക്ഷെ എവിഡൻസുകളില്ല, തെളിവുകളില്ല. ഒറ്റ ഒബ്ജക്റ്റീവേ ഉള്ളൂ, ഞങ്ങൾക്ക് വിധേയപ്പെടുന്നില്ല സാമ്പത്തികമായിട്ട്, അപ്പം എന്ത് ചെയ്യണം? തകർക്കണം, ഇല്ലാതാക്കണം. അപ്പോൾ ഷാവേസിന്റെ സമയം മുതൽ എന്ത് ചെയ്യുന്നു? ഈ ഉപരോധം തുടരുന്നു. ഇപ്പം മറുപടിയിലേക്ക് വരുന്ന സമയത്ത് അത് വലിയ രീതിയിൽ പിടിമുറുക്കുന്നു. രാജ്യത്തെ അവസ്ഥ ഭയങ്കര പരിതാപകരാക്കുന്നു. അഥവാ ഒരു പ്രതികരണം പോലും നടത്താൻ പറ്റാത്ത വിധം ഗവൺമെൻറ് വീക്കാവുന്നു, മനുഷ്യർ വീക്കാവുന്നു. മനുഷ്യർ വീക്കാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആൻറ്റി ഗവൺമെൻറ് ആവും, അല്ലെങ്കിൽ അവർക്ക് ആൻറ്റി ഇൻകംപൻസി അഥവാ അവർക്ക് ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും, അവർക്ക് ഗവൺമെൻറ്റിനെതിരാവും. സ്വാഭാവികമാണ്. ജീവിതം സാഹചര്യം താഴേക്ക് പോകുമ്പോൾ, അപ്പോൾ ജീവിത സാഹചര്യം മനുഷ്യന്മാർ താഴേക്ക് പോകുന്നു. അവർ നോർമലി ഇതുകൊണ്ട് ഗവൺമെൻറ്റിനെതിരാവുന്നു. വേറെ റീസൺസ് ഉണ്ടാവും. ഗവൺമെൻറ് മുഴുവൻ നല്ല ആൾക്കാരൊന്നുമല്ല, അവരുടെ ഏകാധിപത്യവും അവരുടെ ഡെമോക്രാറ്റിക് അല്ലാത്ത നയങ്ങളും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേരുന്നു. അങ്ങനെ ആ രാജ്യത്ത് മൊത്തം അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നു. ഗവൺമെൻറ്റിനെ ആഗ്രഹിച്ചാൽ പോലും പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. ഈ സാഹചര്യത്തിൽ മൊത്തം പൊളിഞ്ഞു നടക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക വരുന്നു, ഷിപ്മെൻറ്റുകൾ അയക്കുന്നു, നേരെ പ്രസിഡന്റിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു, ആ രാജ്യം മൊത്തം തങ്ങളുടെ കൈക്കലാക്കുന്നു. ഇത്രത്തോളം എന്താ പറയുക, വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ആ പ്രയോഗത്തോട് ഇത്രത്തോളം ചെയ്യുന്ന മറ്റൊരു രാജ്യത്തിൻ്റെ പ്രവർത്തനം ഉണ്ടോ എന്ന് വെച്ചാൽ സംശയമായിരിക്കും. മാത്രമല്ല, ഇതിൽ ചില ആളുകളൊക്കെ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിനുള്ള ഈ അമേരിക്ക ചെയ്തതിനുള്ള ന്യായീകരണമായിട്ടൊക്കെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഈ മഡ്യൂറോയെ പിടിച്ചു കൊണ്ടുപോയപ്പം എന്ത് ചെയ്തു? അവിടെയുള്ള ജനങ്ങൾ ആഹ്ലാദിച്ചു, അല്ലെങ്കിൽ ചില ആളുകൾ അതിനുവേണ്ടി പ്രകടനം നടത്തി എന്നൊക്കെയുള്ള. എന്തുകൊണ്ട് അതും സംഭവിച്ചു? അതും നമ്മൾ വളരെ പെരിഫറലായിട്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ നോക്കുന്നത്. എന്തുകൊണ്ട് അത് സംഭവിച്ചു? ആ രാജ്യത്തിൻ്റെ അവസ്ഥയെ ആ രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അവർക്ക് ഈ ഗവൺമെൻറ് വിചാരിച്ചാൽ പോലും നല്ല രൂപത്തിൽ ഗവേൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ രാജ്യത്തെ ആക്കുക. ഒബ്വിയസ്ലി ആളുകൾ എന്ത് ചെയ്യും? അതിനെതിരായിട്ട് ഉള്ള ഒരവസ്ഥ. അത് ഒന്ന് പറഞ്ഞാൽ ആളുകളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിക്കാത്ത സമയത്ത് വലിയ ജിയോ പൊളിറ്റിക്കൽ തിയറികൾ ആലോചിക്കാൻ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് കഴിയില്ല. അമേരിക്ക എണ്ണ പിടിച്ചു വെച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ലിവർ വിൽക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട്, അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് ഓപ്പണിംഗ് കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ. അതൊന്നും ആളുകളെ സംബന്ധിച്ച് ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ, തൻ്റെ ഉറ്റവരോടവരും മരുന്നും ചികിത്സയും കിട്ടാതെ തൻ്റെ മുന്നിൽ മരിച്ചു വീഴുന്ന സമയത്ത് ആളുകൾക്ക് ഇതൊന്നും ചിന്തിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ച് ബേസിക്കലി ഫസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് എന്താണ്? ഗവൺമെൻറ് ഞങ്ങൾക്ക് സെർവ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തിലേക്കാണ് അവരുടെ സൊല്യൂഷൻ പോവുക, അവരുടെ ചിന്ത പോവുക, അതിലേക്കാണ് അവരുടെ പ്രതികരണം പോവുക. അതായത് ഒരു നാടിനെ മൊത്തത്തിൽ എന്ത് ചെയ്തു? അവരെലക്ട് ചെയ്ത് വിജയിപ്പിച്ച ഭരണകൂടത്തെ പോലും വിശ്വാസമില്ലാത്ത തരത്തിലേക്ക്, അവർക്ക് പോലും സെർവ് ചെയ്ത് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നു? മുഴുവൻ അരാജകത്വത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുന്നു. മാത്രമല്ല, ഇനി പിന്നെ അതിനുശേഷം വരുന്ന പിന്നെ ഉള്ള പ്രശ്നം പറച്ചിലുകൾ, ഇപ്പോൾ ഈ പറഞ്ഞ ലഹരിക്കടത്ത്, ഈ വെനസ്വേലക്കാർ അങ്ങനെ ഉണ്ടെന്ന്, അതുപോലെ തന്നെ മെക്സിക്കോന്നും ആ ഒരു ഭാഗത്തുനിന്നൊക്കെ അങ്ങനെ ഉണ്ട്. ആ
ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള ആളുകൾ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ എത്തുന്നു, ആ അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണവും ഇതന്നെയാണ്. ഈ പറഞ്ഞ രൂപത്തിലേക്ക് ആ രാജ്യം കുട്ടിച്ചോറാക്കിയത് കൊണ്ടാണ് അവിടെയുള്ള ആളുകൾ കൂടുതൽ ഇത്തരം അവസ്ഥയിലേക്ക് പോകുന്നതും അങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അതുമല്ല, വേറെ പ്രശ്നം എന്താ വെച്ചാൽ അമേരിക്കയിലേക്ക് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നു, പിന്നെ അനധികൃതമായി കുടിയേറുന്നു. വെനസ്വേലയിലുള്ള, മെക്സിക്കോയിലുള്ള ഒരുപാട് ആളുകൾ അനധികൃതമായി കുടിയേറുന്നു. എന്തുകൊണ്ട് സംഭവിച്ചു? ഇതേ കാര്യം കൊണ്ട്. അവരുടെ സ്വന്തം നാട്ടിൽ അവർക്ക് നന്നായി ജീവിക്കാനുള്ള സാഹചര്യം അവർക്ക് സ്വന്തം കാലിനടിയിൽ ക്രൂഡായിക്കൊണ്ട് ഉണ്ടായിരിക്കെ തന്നെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരെ ലോക്കാക്കുക. അപ്പം എന്ത് ചെയ്യും? അവർ എവിടേക്കെങ്കിലും ജീവിക്കാൻ വേണ്ടി ഓടും. ആ ഓടി അവർ അമേരിക്കയിലേക്ക് വരുമ്പോൾ കണ്ടോ വെനസ്വേലക്കാരും മെക്സിക്കോക്കാരൊക്കെ ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ അവരൊക്കെ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ഓപ്പർച്യൂണിറ്റി കുറയാണെന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ തിരിയുക. ഇതാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് വെറും വെനസ്വേലൻ്റെ വിഷയമല്ല, മെക്സിക്കോൻ്റെ വിഷയത്തിലും ഇപ്പം മെക്സിക്കോയെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഇപ്പം ഈ വെനസ്വേലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെനറ്റ് ഇടപെട്ടുകൊണ്ട് ഈ പറഞ്ഞ കൂടുതൽ സൈനിക നടപടിയെ തടയുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതെത്തുമോ ഇല്ലേ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. പക്ഷേ ഇനി അങ്ങനെ അവിടെ സൈനിക നടപടി തുടരുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ വെനസ്വേലയിലുള്ള ആളുകൾ ഓൾറെഡി തന്നെ പിന്നെ മൊബിലൈസേഷനും മറ്റു കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഒരുപാട് സായുധ സംഘങ്ങൾ ഉണ്ടാകും. ആ പല സായുധ സംഘങ്ങൾ അമേരിക്കൻ സൈന്യത്തിനെതിരെ പല രൂപത്തിൽ പ്രതികരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ചില ആൾക്കാർ മോശമായി പ്രതികരിക്കും, ചില ആൾക്കാർ പിന്നെ കുറച്ചൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പ്രതികരിക്കും. ഇതൊക്കെ ഉണ്ടാവും. അപ്പം എന്താ ഈ മോശമായി പ്രതികരിക്കുന്നവരെ കണ്ടിട്ട് കണ്ടോ ഇവരാണ് തീവ്രവാദികൾ എന്ന് പറയാം. ഇതാണ് ഈ ഒരു ഞാൻ പറയുന്നത്. ഇത് വെനസ്വേലയിൽ മാത്രമല്ല, ഈ അമേരിക്ക എവിടെയൊക്കെ പോയി ഇത്തരത്തിലുള്ള, അമേരിക്ക മാത്രമല്ല സാമ്രാജ്യ ശക്തികൾ, മുമ്പ് സോവിയറ്റ് യൂണിയൻ ആകട്ടെ, ഇപ്പോൾ അമേരിക്കയാകട്ടെ, അതുപോലെ തന്നെ ഇന്ന് പവറുള്ള പല രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഇതാണ്. ഒരു രാജ്യത്ത് പോയിട്ട് കുട്ടിച്ചോറാക്കുക. ആ കുട്ടിച്ചോറാക്കിയ പിന്നെ അവിടെയുള്ള എല്ലാവരും റോസാപുഷ്പങ്ങളെ പോലെ ഇങ്ങനെ ഭയങ്കരമായി നല്ല രൂപത്തിലല്ല പ്രതികരിക്കുക. പല ആളുകൾ പല രൂപത്തിൽ പ്രതികരിക്കും. ആ പല പ്രതികരണങ്ങളിൽ മോശമായ പ്രതികരണങ്ങൾ എടുത്ത് കാണിക്കും. എന്നിട്ട് എന്ത് പറയും? കണ്ടോ ഇതാണ് ഞങ്ങൾ ഇവരെ ആക്രമിക്കാൻ കാരണം, ഇവരിങ്ങനെയാണ്. ഇത് നമ്മൾ ഒന്നും രണ്ടുമല്ല, എത്ര സ്ഥലങ്ങളിൽ നമ്മൾ ഇത് കണ്ടു. ഇപ്പോൾ ഉദാഹരണത്തിന് സിറിയ അല്ലേ, എല്ലാവരും ഭയങ്കര ഒരു എക്സാമ്പിളായിട്ട് പറയുന്നൊരു കാര്യമാണ് സിറിയ എന്ന് പറയുന്നത്. സിറിയയിൽ എന്താ സംഭവിച്ചത്? സിറിയയിൽ സംഭവിച്ചത് റഷ്യയും അമേരിക്കയും, പ്രധാനമായിട്ടും അമേരിക്ക അവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, അമേരിക്കയും റഷ്യ അവിടെ പ്രോക്സി വാറുകൾ ചെയ്യുന്നു. അങ്ങനെ ആ രാജ്യം കുട്ടിച്ചോറാകുന്നു. രാജ്യം കുട്ടിച്ചോറാകുമ്പം അവിടെ എന്ത് ചെയ്യുന്നു, പല പല സ്ഥലങ്ങളിൽ പല പല മിലീഷ്യകൾ പിന്നെ ഉദയം കൊള്ളുന്നു. അവർ പല രൂപത്തിൽ അതിനുവേണ്ടി പിന്നെ എന്ത് ചെയ്യുന്നു, അവരുടെ രാജ്യം അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ പ്രദേശം വിമോചിപ്പിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പല രൂപത്തിലുള്ള മിലീഷ്യകൾ ഉണ്ടാകുന്നു. അതിൽ ചിലത് എന്ത് ചെയ്യുന്നു, വളരെ മോശമായ പിന്നെ അടിസ്ഥാനങ്ങൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. വേറെ ചില ആളുകൾ കുറച്ചുകൂടി റാഷണലായിട്ട് പിന്നെ അവരുടെ മോചനത്തിന് വേണ്ടി പണിയെടുക്കുന്നു. ഇങ്ങനെ പല മിലീഷ്യകൾ ഉണ്ടാകുന്നു. അത് എന്നിട്ട് കണ്ടോ അവിടെ തീവ്രവാദികളുണ്ടെന്ന് പറയാം. തീവ്രവാദമുണ്ട്, തീർച്ചയായും തീവ്രവാദമുണ്ട്. എങ്ങനെ തീവ്രവാദം ഉണ്ടാകുന്നത്? ആ തീവ്രവാദികൾ മതം പറയുന്നില്ലേ? തീർച്ചയായും മതം പറയുന്നുണ്ട്. കാരണം ഏതൊരു ജനവിഭാഗവും അവർ ഒരു പോരാട്ടം നയിക്കുമ്പോൾ അവരെ പിന്നെ കൂടുതൽ ഉത്തേജിപ്പിക്കാൻ പറ്റുന്നത് അവരുടെ തന്നെ ആശയം വെച്ചുകൊണ്ട് തന്നെ അവരെ കൂടുതൽ പിന്നെ പറയുക എന്നുള്ളതാണ് അവിടെ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഒബ്വിയസ്ലി മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളെ ഇസ്ലാം വെച്ചുകൊണ്ട് അതിൻ്റെ വേറെ രൂപത്തിലുള്ള വിശദീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ പ്രവാചകൻ പഠിപ്പിക്കാത്ത രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന തീവ്രവാദികളുണ്ട്. ഒരിക്കലും അത് നിഷേധിക്കുന്നില്ല. അതാണ് ഐസിസും അതുപോലെയുള്ള പല തീവ്രവാദ സംഘടനകളും, യാതൊരു സംശയമില്ല. അങ്ങനെയുള്ളവരുണ്ട്. ആ തീവ്രവാദികൾ എങ്ങനെ ഉണ്ടാകുന്നു? അവരുടെ നാട് കുട്ടിച്ചോറാക്കിയതിന് ശേഷം അവർ പല രൂപത്തിൽ പ്രതികരിക്കുന്ന പ്രതികരണങ്ങളിൽ മോശമായ പ്രതികരണങ്ങളാണത്. ഇതിൻ്റെ അർത്ഥം തീവ്രവാദികൾ ശരിയാണെന്നാണോ? അല്ല. അവരുടെ പിന്നെ അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അവർ പ്രതികരിച്ച രീതി, അതേപോലെ തന്നെ അവരുടെ ആശയം പൂർണ്ണമായും തെറ്റാണ്, യാതൊരു സംശയമില്ല. പക്ഷേ അതിനുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയത് ആരാണ്? ഈ പറഞ്ഞ ശക്തികളാണ്. ഇതാണ് ഇതിലിപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ നാട്, ഇപ്പോൾ ഇന്ത്യ ഒരു പിന്നെ വിദേശ ശക്തി വന്നിട്ട് പിന്നെ ആക്രമിക്കുന്നു, നമ്മുടെ ഗവൺമെൻറ്റിനെ തൂത്തെറിയുന്നു. ഇവിടെ ഒരു കൃത്യമായൊരു ഗവേണൻസ് ഇല്ല. ഇപ്പം നമ്മളിങ്ങനെ ജീവിക്കാനൊക്കെ കാരണം എന്ന് വെച്ചാൽ വളരെ സുന്ദരമായൊരു അവസ്ഥ ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്, ഒരു കൃത്യമായൊരു സ്ട്രക്ചർ ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതൊന്നും ഇല്ലാത്തൊരവസ്ഥ, മൊത്തം പോലീസിങ്ങും പിന്നെ ഗവേണൻസും ഒക്കെ താറുമാറായി എന്ന് വിചാരിക്കുക. കുറച്ച് സേന അവിടെ നിന്ന് വരുന്നു, അവിടെ ഇവിടെയും വെടിയും പുകയും. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക.
നമ്മുടെ നാട്ടിൽ നിന്ന് അടക്കം എന്ത് ചെയ്യും, ചിലപ്പോൾ കുറച്ച് മലയാളികൾ കുറച്ച് കൂട്ടമായി ചേരും, വേറെ സ്ഥലത്ത് ചിലപ്പോൾ തമിഴന്മാർ കുറച്ച് കൂട്ടമായി ചേരും. അതിൽ ചിലപ്പം കുറച്ചും കൂടി നിരാഹാരവും ധർണയൊക്കെ നടത്തിയിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരുണ്ടാവും. വേറെ ചില ആൾക്കാർ അങ്ങനെ നടത്തിയിട്ട് ഒരു കാര്യമില്ല, നമുക്ക് ആയുധം എടുക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. വേറെ കുറച്ച് ആൾക്കാർ ഇതിലൊന്നും ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും. വേറെ കുറച്ച് ആൾക്കാർ എന്തുണ്ടാവും, ഈ വന്ന ശക്തിയെ പിന്തുണക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ ഇനി നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റി ഹൈപ്പോത്തറ്റിക്കൽ പറയുന്നതിനേക്കാൾ നമ്മൾ കുറച്ച് മുമ്പത്തേക്ക് ആലോചിക്കുക, ഒരു 100 കൊല്ലം മുമ്പത്തേക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ നാട്ടുരാജ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ആ നാട്ടുരാജ്യങ്ങൾക്ക് കീഴിൽ സ്വാഭാവികമായിട്ടും ഇവിടെയൊക്കെ പറയുന്ന പോലെ തന്നെ രാജാക്കന്മാരിൽ അനീതി കാണിക്കുന്ന ആളുകളുണ്ടാവും, പ്രശ്നമുള്ള നിയമ സംവിധാനങ്ങളുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന് അങ്ങനെ സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളതിനർത്ഥം ബ്രിട്ടനിൽ നിന്ന് അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് 1-2 രാജ്യങ്ങൾക്ക് വന്നിട്ട് ഇവിടെ ഇതിൻ്റെ അധികാരം പിടിച്ചടക്കി അവർക്ക് ഭരിച്ച് നന്നാക്കുക എന്നുള്ളതല്ല അതിൻ്റെ സൊല്യൂഷൻ, അതല്ല. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നു. അവരെന്ത് ചെയ്യുന്നു, ഇന്ത്യയെ മൊത്തം ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും അടങ്ങുന്ന വലിയ ഭൂപ്രകൃതി എന്ത് ചെയ്യുന്നു, കോളനിവൽക്കരിക്കുന്നു. ആ കോളനിവൽക്കരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ ജനങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇവിടുന്ന് പരമാവധി കാര്യങ്ങൾ അവർ ഊറ്റിക്കൊണ്ടുപോകുന്നു. അവരുടെ വയറിനെയാണ് പലപ്പോഴും ചില എഴുത്തുകാരൊക്കെ കോളെന്ന് കുറിച്ച് കളിയാക്കുക. അപ്പോൾ അവരുടെ കോളനിവൽക്കരണം എന്ന് പറഞ്ഞാൽ അവരുടെ വയറിന് നടക്കുന്നതാണ്. അഥവാ ഇവിടെ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അവർ അവിടെ നടക്കുന്നു. ഇവിടുത്തെ ഒരുപാട് സമ്പത്തുകൾ ഇല്ലാതെയാക്കുന്നു. ഈ സമ്പത്തുകൾ ഇല്ലാതെയാക്കുന്ന, മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന, ഇവിടുത്തെ മുഴുവൻ ചൂഷണം ചെയ്യുന്ന ഒരു കാര്യത്തെ, ഇവിടുത്തെ ഹ്യൂമൻ റിസോഴ്സിനെ ചൂഷണം ചെയ്യുന്നുണ്ട്, ഇവരെ അവർക്ക് വേണ്ടി പണിയെടുപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറ്റൻഷൻ കളയാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഇവിടെ ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ഉണ്ടാക്കുന്നു, അവിടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന തന്ത്രം കൊണ്ടുവരുന്നു. അവിടെ ഒരുപാട് പ്രശ്നങ്ങളും പൊട്ടൻഷ്യൽ ഇഷ്യൂകൾ ഉണ്ടാക്കി വെക്കുന്നു. അഥവാ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് രാജ്യങ്ങൾ രൂപീകരിക്കാൻ പോലുമുള്ള കാരണങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് അവരാണ്. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു സംവിധാനത്തെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ പ്രതികരണം? എങ്ങനെയായിരുന്നു ആ പ്രതികരണങ്ങൾ എന്ന് പറഞ്ഞാൽ? ആ പ്രതികരണത്തിന് ആരാണ് ഉത്തരവാദി? പല പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കാനുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ തന്നെ വേറൊരു രൂപം ഉണ്ടായിട്ടുണ്ട്. പ്രതികരണങ്ങളിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ഉള്ളിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ പല രീതിയിലുള്ള വേരിയേഷനുകൾ സംഭവിച്ചിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, അവരുടെ പ്രതികരണം ഒന്ന് ആലോചിക്കുക. ഇന്നായിരുന്നു എന്ന് വിചാരിക്കുക, ഭഗത് സിംഗ് എന്ത് ചെയ്യുന്നു, പാർലമെന്റിൽ ബോംബ് പൊട്ടിക്കുന്നു. ഇന്നായിരുന്നു പ്രതികരണമെങ്കിൽ എങ്ങനെയായിരിക്കും അതിനെ വായിക്കുക? അപ്പോൾ ഭഗത് സിംഗ് എന്നുള്ള വീട് വെനസ്വേലയിൽ ഒരാളോ അല്ലെങ്കിൽ ഫലസ്തീനിൽ ഒരാളോ സിറിയയിൽ ഒരാളോ ആക്കി നമ്മൾ മനസ്സിലാക്കുക. ഇതേ കാര്യം, വേറൊന്നുമില്ല, ഇതേ കാര്യം അവിടെ സംഭവിക്കുന്നു. എന്താ പറയാ, അവിടെ ഒരു തീവ്രവാദി വന്നിട്ട് പാർലമെന്റിൽ ബോംബാക്രമണം നടത്തിയിരിക്കുന്നു എന്നല്ലേ പറയാം. നമ്മളെങ്ങനെ ഭഗത് സിംഗിനെ ഇന്ന് കാണുന്നത്? ഭഗത് സിംഗ് ചെയ്തതിൽ പൂർണ്ണമായിട്ട് ശരിയുണ്ടെന്ന് പക്ഷേ ഒരു പക്ഷേ എല്ലാവർക്കും അഭിപ്രായങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിനെ പൂർണ്ണമായി ശരിയായിട്ട് കാണുന്ന ആളുകളുണ്ടാവാം. അതിൽ തെറ്റുണ്ടെന്ന് പറയുന്ന ആളുകൾ പോലും എന്താ പറയാ, അതൊരു പ്രതികരണത്തിന്റെ രീതിയായിരുന്നു. സുഭാഷ് ചന്ദ്രബോസ്, ഗാന്ധിജി ഒരു സൈഡിൽ അഹിംസ പറയുന്ന സമയത്ത് സുഭാഷ് ചന്ദ്രബോസ് അവിടെ സൈന്യം ഉണ്ടാക്കുന്നു, ആർമി ഉണ്ടാക്കുന്നു, എന്നിട്ട് അതിനെ സായുധമായിട്ട് നേരിടുന്നു. വാര്യംകുന്ന് കുഞ്ഞമ്മദാജി വേറെ രീതിയിൽ സായുധമായിട്ട് നേരിടുന്നു. ആ തരത്തിൽ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. പലതിലും പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ആ പ്രതികരണങ്ങളെല്ലാം 100% ശരിയായിരുന്നെന്നോ അല്ലെങ്കിൽ എഴുതി കണക്ക് കൂട്ടി വന്ന് തിയറി ഉണ്ടാക്കി വന്ന് ഏറ്റവും ബ്യൂട്ടിഫുള്ളി അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആർക്കും അഭിപ്രായമില്ല. അത് ഒരു നാട്ടിലൊരു സമൂഹം വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ആ പ്രശ്നം ഉണ്ടാക്കിയിട്ട് മനുഷ്യന്മാരെ മൊത്തം ഡിസ്ട്രാക്ട് ചെയ്തിട്ട് ഇവിടുന്ന് കട്ട് കൊണ്ടുപോവുകയാണ്, ഇവരെ ചൂഷണം ചെയ്യുകയാണ്. ആ സമയത്ത് ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അടിസ്ഥാന ആവശ്യങ്ങൾ ലഭിക്കാത്ത മനുഷ്യന്മാർ, ആ മനുഷ്യന്മാരുടെ പ്രതികരണത്തിൽ പല വേരിയേഷനുകൾ സംഭവിക്കും. പല തരത്തിലുള്ള പ്രതികരണങ്ങൾ അവിടെ ഉണ്ടാവും. അതിൽ ചിലത് എക്സ്ട്രീമായി പോവും, ചിലത് ഇംപ്രാക്ടിക്കലായിട്ട് പോവും, ചിലത് ഒരു തരത്തിലുള്ള റിസൾട്ടും തരാത്തതായിട്ട് പോകും, ചിലത് വേറെ രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നതായിട്ട് പോകും. കാരണം എന്താ, മനുഷ്യരെ സംബന്ധിച്ച് അവർ ഓരോ സാഹചര്യങ്ങളിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. അവരെ മുന്നിൽ കാണുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് ഓരോരുത്തരും വളർന്നു വന്ന സാഹചര്യത്തിനനുസരിച്ചും അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചും അവർ ലോകത്തെ മനസ്സിലാക്കുന്നതിനനുസരിച്ചും ആ സൊല്യൂഷൻസ് മാറിക്കൊണ്ടിരിക്കും. അവിടെ പ്രശ്നവൽക്കരിക്കേണ്ടത് അടിസ്ഥാനപരമായിട്ട് ആരെയാണ്? ഈ സൊല്യൂഷൻസിലും ഈ മാർഗങ്ങളിലുള്ള പ്രശ്നങ്ങളെ പറ്റി പറയുന്നതിനൊപ്പം തന്നെ അവിടെ അടിസ്ഥാനപരമായിട്ട് പ്രശ്നവൽക്കരിക്കേണ്ടത് ആരെയാണ്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിനിടയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ആരാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാരണം? അവിടെ ബ്രിട്ടീഷുകാരാണ്. അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് വന്ന ഇത്തരത്തിലുള്ള പോളണ്ട് അടക്കമുള്ള അല്ലെങ്കിൽ പോർച്ചുഗൽ അടക്കമുള്ള ബ്രിട്ടൻ അടക്കമുള്ള ഈ രാജ്യങ്ങളാണ് ബേസിക് കാരണം, അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. ഇപ്പോൾ ഇന്ത്യയിൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഗുജറാത്ത് കലാപമാണെങ്കിലും അതേപോലെ തന്നെ രാമക്ഷേത്രത്തിൻ്റെ വിഷയമാണെങ്കിലും അയോധ്യ ആണെങ്കിലും ബാബരി മസ്ജിദിൻ്റെ വിഷയമാണെങ്കിലും ഒക്കെ അതിൻ്റെ ഒക്കെ ത്രെഡ് എവിടുന്ന പോയിട്ടുള്ളത്? ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടാക്കി വെച്ച് പോയിട്ടുള്ള ഈ ഭിന്നതയിൽ നിന്നാണ്, ഈ പ്രശ്നത്തിൽ നിന്നാണ്. ഈ പ്രശ്നമുണ്ടാക്കി അതിനെ നയിച്ച, ഗുജറാത്ത് കലാപം നയിച്ച ആളുകൾ പ്രശ്നക്കാരാണ്. ബാബരി മസ്ജിദ് പൊളിച്ച ആൾക്കാർ പ്രശ്നക്കാരാണ്. അതിന് മുമ്പ് പറയേണ്ടത്, അല്ലെങ്കിൽ ആദ്യം പറയേണ്ട ആരാണ്? ഈ പ്രശ്നത്തിന് തുടക്കമിട്ട, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്ത ആളുകളെയാണ്. അവിടെ അത് വിസ്മരിക്കുകയും ഈ പ്രതികരിക്കുകയും റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ മാത്രം കാണുകയും ചെയ്യുന്നിടത്ത് ശരികേടുണ്ട്. മാത്രമല്ല, ഇതിലിപ്പം
ഇതിൽ ഈ തീവ്രവാദി ഇപ്പം ഭഗത് സിംഗ് ഈ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു തീവ്രവാദി എന്ന് തന്നെയാണ് അവരുടെ perspective തീവ്രവാദിയാണ്. Yes, അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ വിളി എന്ന് പറയുന്നത് അടക്കം തീർച്ചയായും ഭഗത് സിംഗ് ചെയ്തതുപോലെയാണ് ബാക്കിയുള്ള എല്ലാ സായുധ സംഘങ്ങൾ ചെയ്യുന്നതല്ല കേട്ടോ. ഈവൻ ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ആർമി ഉണ്ടാക്കുന്നു, അത് പിന്നെ അത് വളരെ നല്ല രൂപത്തിൽ കൊണ്ടുപോകുന്നവരുണ്ട്, സായുധമായ പ്രതികരണങ്ങൾ തന്നെ നല്ല രൂപത്തിൽ കൊണ്ടുപോകുന്നവരുണ്ട്, മോശമായി കൊണ്ടുപോകുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പം പിന്നെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ നെൽസൺ മണ്ടേല ഈ 2000-ങ്ങൾക്ക് ശേഷമടക്കം US-ന്റെ രേഖകളിൽ തീവ്രവാദിയാണ്, ടെററിസ്റ്റ്. നമ്മൾ മണ്ടേലയെ കാണുന്നത് എങ്ങനെയാണ്? അത്ര വലിയ ഒരു ആഫ്രിക്കക്കാരുടെ ഒരു വിമോചകനായിട്ട് നമ്മൾ കാണുമ്പോൾ ഇവരുടെ രേഖകളിൽ ഈ നെൽസൺ മണ്ടേല ഒരു ടെററിസ്റ്റാണ്. എന്തേ കാരണം? അവരുടെ ആ ഒക്കുപ്പൈയിങ് ഫോഴ്സിനെതിരെ എന്ത് ചെയ്തു ഇവർ പിന്നെ പല രൂപത്തിൽ പ്രതികരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രതികരണങ്ങളിൽ തെറ്റായ പ്രതികരണങ്ങൾ തെറ്റ് തന്നെയാണ്, യാതൊരു സംശയമില്ല. ആരെങ്കിലും സായുധ സംഘങ്ങൾ ഉണ്ടാക്കി പിന്നെ നിരപരാധികളെ കൊല്ലുന്നു അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായും തെറ്റാണ്, യാതൊരു സംശയമില്ല. പക്ഷേ അവിടെ ആ സാഹചര്യം ഉണ്ടാക്കിയതാണ്. എന്തിനാ കുട്ടിച്ചോറാക്കിയത്? ഇന്ത്യയെ എന്തിനാണ് ബ്രിട്ടീഷുകാർ കോളനിവൽക്കരിച്ചത്? സിറിയയിൽ പോയിട്ട് എന്തിനാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത്? അഫ്ഗാനിസ്ഥാനിൽ എന്തിനാണ് അവിടെ ആദ്യം സോവിയറ്റ് യൂണിയൻ വരുന്നു, അവിടെ ഒക്കുപ്പൈ ചെയ്യുന്നു, പിന്നെ അമേരിക്ക വരുന്നു, ഒക്കുപ്പൈ ചെയ്യുന്നു. ആ അമേരിക്ക സോവിയറ്റ് യൂണിയനെതിരെ പിന്നെ ഈ പോരാടാൻ എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റുഡൻസിനെ ഉണ്ടാക്കുന്നത്. താലിബാൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ എന്നുള്ളതാണ്. അപ്പം ഈ സോവിയറ്റ് റഷ്യക്കെതിരെ ജിഹാദ് നയിക്കാൻ നിങ്ങളെ ഞങ്ങൾ റെഡിയാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രെയിനിങ് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയുധ പരിശീലനം കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ ആശയത്തെ തന്നെ ഈ സോവിയറ്റ് റഷ്യക്കെതിരായ രൂപത്തിലേക്ക് അലൈൻ ചെയ്യുന്ന രൂപത്തിലേക്ക് പ്രത്യേകമായ രൂപത്തിൽ അങ്ങനെ ഒരു മതവിദ്യാഭ്യാസം എന്ന പേരിൽ അങ്ങനെ ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ താലിബാൻ ഉണ്ടാക്കുന്നു, എന്നിട്ട് സോവിയറ്റ് റഷ്യക്കെതിരെ പോരാടിപ്പിക്കുന്നു. എന്നിട്ട് അതിനുശേഷം താലിബാന് പിന്നെ അത് ആ ഒരു സ്ഥലം അവർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഇപ്പുറത്ത് പ്രശ്നമാകുന്നു. അപ്പോൾ താലിബാൻ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു? അവരെ ആക്രമിക്കുന്നു. എന്നിട്ട് ആ താലിബാൻ്റെ അടുത്ത് തന്നെ പിന്നെ എല്ലാം ഇട്ടെറിഞ്ഞ് ഓടുന്നു. ഇതാണ് നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ കാണുന്നത്. ഇവിടെ താലിബാൻ എല്ലാ നിലക്കും ശരിയാണോ? അല്ല, താലിബാൻ എല്ലാ നിലക്കും ശരിയല്ല. പക്ഷെ എന്തുകൊണ്ട് താലിബാൻ ഉണ്ടായി? എന്തുകൊണ്ട് ഈ പറഞ്ഞ സിറിയയിലും അതുപോലെ തന്നെ ഇറാഖിലും ഒക്കെ ഇത്തരത്തിലുള്ള സായുധ സംഘങ്ങൾ ഉണ്ടായി? ആ സായുധ സംഘങ്ങളെല്ലാം അതിൽ പലതും തീവ്രവാദ സംഘടനകളാണ്. അവർ ചെയ്യുന്ന പല കാര്യങ്ങളും അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായൊരു കാര്യമാണ്. ഒരിക്കലും ഒരു മനുഷ്യന് ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യങ്ങൾ പോലും അവർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതൊരു മനുഷ്യനും അവരോട് വിയോജിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റൂല. പക്ഷേ ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയവരെയാണ് ഒന്നാം പ്രതികളായിട്ട് നമ്മൾ എടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഒന്ന് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങളുള്ള എല്ലാ സ്ഥലങ്ങളും, ഇപ്പോൾ ഇന്ത്യ മൊത്തം പ്രശ്നമുക്തമായിട്ടുള്ള സ്ഥലമല്ല, ഇന്ത്യനെ കൂടെ പരിഗണിക്കുക. ആ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളെല്ലാം, അഥവാ ആ ഇന്റേണൽ പൊളിറ്റിക്സിൽ കുറേ പ്രശ്നങ്ങളുള്ള, കലാപങ്ങളിലെ, മോബ് ലിഞ്ചിങ്ങൾ നടക്കുന്ന, കൊലകൾ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളും, ബംഗ്ലാദേശ് അടക്കമെടുത്തോ സകല സ്ഥലങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു 100-150 കൊല്ലം മുന്നേ ചരിത്രം എടുത്ത് നോക്കിയാൽ ഇത്തരത്തിലുള്ള ചില ശക്തികൾ, എസ്പെഷ്യലി പടിഞ്ഞാറൻ ശക്തികൾ, അവരിടപെട്ടത് കൊണ്ട് മാത്രമാണ് അത്തരത്തിൽ മോശാവസ്ഥയിലേക്ക് പോയത്. ഇവിടെ ഇന്ത്യയിൽ ചില മുസ്ലിങ്ങൾ ഇത്തരത്തിലുള്ള ഹൈന്ദവ തീവ്രവാദികളാൽ ആക്രമിക്കപ്പെടാനുള്ള കാരണങ്ങളിലൊന്ന്, എല്ലാ കാരണങ്ങളും അതാണെന്നല്ല, കാരണങ്ങളിലൊന്ന് ബംഗ്ലാദേശിൽ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഹിന്ദു ന്യൂനപക്ഷങ്ങളിലെ ചില ആളുകൾ ചില മുസ്ലിം തീവ്രവാദികളാൽ ആക്രമിക്കപ്പെടാനുള്ള കാരണങ്ങൾ, അതിനി പാകിസ്ഥാനിലാണെങ്കിലും ഇനി ഏത് രാജ്യങ്ങളിലാണ്, ഇപ്പോൾ ഫലസ്തീനികൾ ഇസ്രായേലിയരാൽ ആക്രമിക്കപ്പെടാനുള്ള കാരണം, സകല പ്രശ്നങ്ങൾ, ഓരോ പ്രശ്നങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ഒരു 100-150 കൊല്ലം പിന്നിലേക്ക് എടുത്ത് പരിശോധിച്ചാൽ ഒന്നുകിൽ ബ്രിട്ടൻ, അല്ലെങ്കിൽ അമേരിക്ക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പടിഞ്ഞാറൻ രാജ്യം, അതിന് ഫ്രാൻസ് ആവാം, പോർച്ചുഗൽ ആവാം, ഏതെങ്കിലും ഒരു പടിഞ്ഞാറൻ രാജ്യത്തിൻ്റെ ഇടപെടൽ അവിടെ ഇല്ലാതെ ഫലസ്തീനിൽ എന്താ ചെയ്യുന്നത് നമുക്കറിയാം. ഒരു രാജ്യത്തെ ഒരു നാണവും മാനവും ഇല്ലാതെ ഒരു രാജ്യത്തെ വേറൊരു രാജ്യം എന്ത് ചെയ്യാണ്? ലോകമഹായുദ്ധത്തിന് വേണ്ടിയിട്ട് അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി കള്ളക്കരാർ 2 പേരോട് ഒരേ സമയം ഉണ്ടാക്കി വഞ്ചിക്കുകയാണ്. അവിടെ ആ ഒരു ജനങ്ങളുടെ ആ നാട്ടിലെ അവകാശത്തിന് ഒരു വിലയും കൊടുക്കാതെ എന്ത് ചെയ്യാണ്? ബ്രിട്ടൻ അവരെ ചീറ്റ് ചെയ്യാണ്. അതേപോലെ അമേരിക്ക ചെയ്ത കാര്യം, ഇപ്പോൾ ഇറാഖ് എടുത്ത് പരിശോധിക്കുക. ഇറാഖും അതേപോലെ തന്നെ പ്രശ്നമുണ്ടായ സാഹചര്യമാണല്ലോ. ഇറാഖിൽ എന്താണ് സംഭവിച്ചത്? ഇറാഖ് മാത്രമല്ല, ഓരോ സ്ഥലങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അമേരിക്ക പിന്നീട് കൊലപാതകം ചെയ്യുകയോ ദ്രോഹിക്കുകയോ ആക്രമിക്കുകയോ ചെയ്ത ആൾക്കാരൊക്കെ മുമ്പ് അമേരിക്ക വളർത്തിയ ആൾക്കാരായിരിക്കും. ഇപ്പോൾ ഇറാഖിൽ സദ്ദാം ഹുസൈൻ എന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന ശക്തിക്കെതിരെ അമേരിക്ക അവിടെ വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അലൈവാണ്. അതിനുവേണ്ടിയാണ് ഇറാഖിനെയും സദ്ദാം ഹുസൈനെയും അവർ കൂട്ടുപിടിക്കുന്നത്, ട്രെയിനിങ് കൊടുക്കുന്നത്, വലിയ സഹായങ്ങൾ കൊടുക്കുന്നത് ഇറാനെതിരെ തിരിയാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ അവസാനം എന്ത് ചെയ്തു?
സദ്ദാം ഹുസൈൻ ഇവർക്കെതിരെ തിരിഞ്ഞു, സദ്ദാം ഹുസൈനെ പിടിച്ചു കൊണ്ടുപോയി തൂക്കിലേറ്റി കൊന്നു. വേറൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ ഒരു രാജ്യം കൊണ്ടുപോയി തൂക്കിലേറ്റി കൊല്ലുക, ദാറ്റ് മീൻസ് ഈ ദേശരാഷ്ട്ര സങ്കല്പങ്ങൾ വന്നതിന് ശേഷം ഒരു നിലക്കും സാധുവാകാത്ത കാര്യമാണ്. അത് നമുക്കിന്ന് സാധുവാണെന്ന് മാത്രമല്ല, അമേരിക്ക നമുക്ക് തീവ്രവാദ രാജ്യമായിട്ടോ ഒരു അക്രമ രാജ്യമായിട്ടോ ഇപ്പോഴും ഫീൽ ചെയ്യുന്നില്ല. അമേരിക്ക നല്ലൊരു ഒരു ഗുഡ് ഫീൽ നമുക്ക് ഇപ്പോഴും മനസ്സിലാകുന്നത്. മാത്രമല്ല, അവരങ്ങനെ ചെയ്തത് മാത്രമല്ല, ആർക്കെതിരെയാണോ അവർ ഇറാഖിനെ വളർത്തിയത്, ഇറാനെതിരെയാണ്. അതേ ഇറാൻ്റെ ഏറ്റവും ബെസ്റ്റ് അലയാണ് ഇപ്പോൾ ഇറാഖ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒസാമ ബിൻ ലാദനെ വളർത്തിയതാരാണ്? ഇതൊക്കെ അമേരിക്കയുടെ രേഖകളിൽ പോലും വളരെ വ്യക്തമായിട്ടുള്ള അറിയാം. ഒസാമ ബിൻ ലാദനെ ട്രെയിനിങ് കൊടുത്ത് വളർത്തിയത് അമേരിക്കയാണ്. ശേഷം എന്ത് ചെയ്യുന്നു? ഒസാമ ബിൻ ലാദൻ അമേരിക്കക്കെതിരാവുന്നു. ശേഷം ഒസാമ ബിൻ ലാദനെ അമേരിക്ക തന്നെ കൊല്ലുന്നു. അഥവാ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും എന്നിട്ട് അതിനെ വളരെ മോശം രീതിയിൽ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ ഇടപെടുകയും അതിനെ ഏറ്റവും കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നു. ഇന്ന് കാണുന്ന സകല പ്രശ്നങ്ങൾ, ഈവൻ റഷ്യയും ഉക്രൈനും അടക്കമുള്ള പ്രശ്നങ്ങളിൽ പോലും, ആ പ്രശ്നങ്ങളിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ യുക്രൈന് വ്ളാഡിമിർ സെലൻസ്കി എന്ന് പറയുന്ന ഒരു കോമഡി ഷോ അവതാരകൻ എങ്ങനെയാണ് റഷ്യയിൽ ഭരണാധികാരിയായിട്ട് മാറിയത്? യുക്രൈനിൽ ഭരണാധികാരിയായിട്ട് മാറിയത് വ്യക്തമായ ക്യാമ്പയിനിങ്ങിൽ, അമേരിക്കയുടെ പിന്തുണയുള്ള വ്യക്തമായ ക്യാമ്പയിനിങ്ങിൽ അവരുടെ ഒരു ഏജന്റ് പോലെ ഒരാൾ എന്ത് ചെയ്യുന്നു? യുക്രൈനിൽ ഭരണാധികാരിയാക്കുന്നു. അവിടുത്തെ പ്രശ്നങ്ങളെ പറ്റുമെന്നെല്ലാം പറയുന്നത്. അങ്ങനെ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു? നാറ്റോ എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ, യൂറോപ്യൻ രാജ്യങ്ങളും ഒരുപാട് രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ സഖ്യത്തിലുള്ള ഒരു സൈനിക പവർ, ഒരു സൈനിക ശക്തിയായിട്ടുള്ള ഒരു കൂട്ടമുണ്ട്. ആ നാറ്റോ എന്ന് പറയുന്ന കൂട്ടത്തിലേക്ക് യുക്രൈനെ കൊണ്ടുവരുന്നത്, ദാറ്റ് മീൻസ് അമേരിക്ക അടക്കമുള്ള റഷ്യയുടെ ഒരുപാട് ശത്രു രാജ്യങ്ങൾ കൂടിയൊരു ഒരു സൈനിക ശക്തിയാണ് നാറ്റോ എന്ന് പറഞ്ഞാൽ. ആ നാറ്റോ റഷ്യയുടെ തൊട്ടടുത്തുള്ള യുക്രൈൻ അതിൽ സഖ്യകക്ഷിയായി കഴിഞ്ഞാൽ ആ നാറ്റോയുടെ ഈ സകല രാജ്യങ്ങളുടെയും ആർമിയുടെ ഒരു കേന്ദ്രം യുക്രൈനിലും വരും. നേരത്തെ പറഞ്ഞ ആ കൂട്ടായ്മയിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും കേന്ദ്രം യുക്രൈനിൽ വരും. ദാറ്റ് മീൻസ് നാറ്റോയുടെ ഒരു സൈനിക പവർ എന്ന് പറഞ്ഞാൽ, സൈനിക റിസോഴ്സ് എന്ന് പറഞ്ഞാൽ റഷ്യയുടെ തൊട്ടടുത്ത് വരും. ആ സൈനിക റിസോഴ്സുള്ള രാജ്യങ്ങളിൽ അധിക രാജ്യങ്ങളും റഷ്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് രാജ്യമാണ്. ദാറ്റ് മീൻസ് റഷ്യക്ക് തൊട്ട് മുമ്പിൽ ഒരു ത്രെറ്റ് കൊണ്ടുപോയി വെക്കുകയാണ്. എന്തിലൂടെ? യുക്രൈനിലൂടെ. അപ്പോൾ റഷ്യ ചെയ്ത പ്രതികരണം ശരിയാണോ? ശരിയല്ല. റഷ്യ അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നല്ലേ. റഷ്യ അവിടെ സിവിലിയൻസ് ഒരുപാട് കൊന്ന്, യുക്രൈനിൽ ഒരുപാട് അക്രമങ്ങൾ നടത്തി, അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് കടക്കുക എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ റഷ്യ അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ? യുക്രൈന് ഒരു സെക്യൂരിറ്റി ഇഷ്യൂവും ഇല്ലാത്തൊരു സമയത്ത്, യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിൽ മനുഷ്യന്മാർക്ക് ജീവിക്കൊരു പ്രയാസം ഇല്ലാത്തൊരു സമയത്ത് അവിടെ വ്ളാഡിമിർ സെലൻസ്കി എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയെ, ഏജന്റിനെ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് എന്നിട്ട് അവരെ നാറ്റോയുടെ ഭാഗമാക്കി റഷ്യക്കൊരു ത്രെറ്റ് പ്രത്യേകം ഉണ്ടാക്കി ഇങ്ങോട്ട് റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ഉണ്ടാക്കുന്നു. ഇങ്ങോട്ട് ഇവർ ഒന്നും ഭാഗമല്ലാത്ത, റഷ്യയെ തെറി പറയുന്ന, റഷ്യയെ കുറ്റം പറയുന്ന, റഷ്യ ചെയ്യുന്ന മൊത്തം ശരിയാന്നല്ല പറയുന്നത്. പക്ഷേ അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവരെന്ത് ചെയ്യുക? അവർ മാറി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇവരതിൽ ഇല്ലാത്ത പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്ന, അക്രമത്തിനെതിരെ നടക്കുന്ന ആളുകളായിട്ട് മാറുകയാണ്. അഥവാ നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ കബളിപ്പിക്കപ്പെടുകയാണ്. ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ നമുക്ക് ഇപ്പോഴും നല്ലവരായിട്ട് തോന്നുകയാണ്, അല്ലെങ്കിൽ അവരിപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ആളുകളായിട്ട് നമുക്ക് ഫീൽ ചെയ്യാണ്. നമ്മളെ കൊണ്ട് അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുകയാണ്. എന്നാൽ സകല പ്രശ്നങ്ങളും, എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എവിടെയൊക്കെ കലാപങ്ങളുണ്ടോ, ആ സകല പ്രശ്നങ്ങളുടെയും പിന്നിലേക്ക് പോയി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇപ്പോഴും നന്മയുടെ മുഖം മൂടി ഇട്ട് നിൽക്കുന്ന ആളുകളാണ് കാണാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഈ ഒരു കളികൾ, അല്ലെങ്കിൽ ഈ ലോകത്ത് പ്രശ്നങ്ങളുള്ള ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇത്തരത്തിലുള്ള കളികൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് സുഡാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കിയാൽ അവിടെ ആരാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ മിലീഷ്യകൾ ഉണ്ടാകുന്നു, തീവ്ര സംഘങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പം എങ്ങനെ ഈ തീവ്ര സംഘടന, ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ കുറച്ച് ആൾക്കാർ വിചാരിച്ചാൽ ഈ പറഞ്ഞ എന്താ പറയുക, വലിയ വലിയ ആയുധങ്ങളും ഇതൊക്കെ ആക്കിയിട്ട് നമുക്കിവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഒരു കൈത്തോക്ക് പോലും കിട്ടൂല അല്ലേ? എങ്ങനെ ഇവർക്ക് ഇതൊക്കെ കിട്ടുന്നത്? അതെങ്കിലും നമ്മൾ ആലോചിക്കണ്ടേ? ഓക്കെ, സുഡാനിൽ പ്രശ്നം ഉണ്ടാകുന്നു, നൈജീരിയ പ്രശ്നം ഉണ്ടാകും, ഇതൊക്കെ ആരാ ഇവർക്ക് ഈ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്? അതെങ്കിലും ചിന്തിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ എങ്ങനെ ആ പരിസരം ഉണ്ടാക്കുന്നു, ആ ഒരു നാട് കുട്ടിച്ചോറാക്കുന്ന പരിസരം ഉണ്ടാക്കുന്നു എന്ന ആ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക. ഇവർക്ക് എങ്ങനെ ആയുധം കിട്ടുന്നത്? നിരപരാധികളെ കൊല്ലാൻ ആയുധം വേണമല്ലോ അല്ലേ? ആയുധങ്ങൾ എങ്ങനെ കിട്ടുന്നു? ഈവൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഗാസയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ എല്ലാ നിലക്കും ഉപരോധമാണ് അല്ലേ? എവിടേക്ക് എത്താൻ പറ്റൂല. അപ്പം അങ്ങനെയുള്ള ആ ഉപരോധങ്ങളൊക്കെ നടത്താൻ ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പറ്റുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് എന്ത് ചെയ്യുന്നു? മറ്റു പല സ്ഥലങ്ങളിലും വളരെ ലാവിഷായിട്ട് എന്ത് ചെയ്യുന്നു? ആയുധങ്ങൾ. ഇപ്പം ഗാസയിൽ അവർ പ്രതികരണത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതിൻ്റെ കുറച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വെച്ചാൽ, ഇസ്രായേലിൽ നിന്ന് ഇടക്കിടയ്ക്ക് ഇങ്ങോട്ട് മിസൈൽ വരും. ആ മിസൈലുകൾ എന്ത് ചെയ്യും? ആ പൊട്ടിയതോ അല്ലെങ്കിൽ പൊട്ടാൻ ബാക്കിയുള്ളതോ ഒക്കെ ആയിട്ടുള്ള മിസൈലുകൾ കൂട്ടിച്ചേർത്തിട്ട് അതിൽ നിന്ന് ഇരുമ്പും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അത് പിന്നെ എങ്ങനെയെങ്കിലും റീസൈക്കിൾ ചെയ്തിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? മിസൈൽ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ PVC പൈപ്പുകൾ ഒക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അങ്ങനെയൊക്കെയാണ് ഈ ഗാസക്കാർ. അങ്ങനെ ഇവർ ഭയങ്കര പ്രശ്നമാണല്ലോ. പൂട്ടണമെന്ന് വിചാരിച്ചാൽ എങ്ങനെയും പൂട്ടവർക്ക് പവർ ഉണ്ട്, അത് കഴിയുന്നുണ്ട്. എന്നിട്ട് എങ്ങനെ
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മിലീഷ്യകൾ ഉണ്ടാകുന്നു. അവർക്കാണെങ്കിൽ മറ്റ് പല രാജ്യങ്ങളും ഔദ്യോഗികമായിട്ട് ശ്രമിച്ചിട്ട് പോലും നിർത്തിക്കാൻ പറ്റാത്ത രൂപത്തിൽ അവരുടെ കയ്യിൽ പിന്നെയും ആയുധം കിട്ടുന്നു. അവർ പിന്നെയും എന്ത് ചെയ്യുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എങ്ങനെ ഇത് സംഭവിക്കുന്നത്? അവിടെയാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ സാമ്രാജ്യത്വ താല്പര്യം, പ്രത്യേകിച്ചും അമേരിക്കൻ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവരുടെ പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവർ സ്വയം വിളിക്കുന്ന ഒരു ജൂഡിയോ ക്രിസ്ത്യൻ വാല്യൂസ്, അതിനു വേണ്ടിയാണ് അമേരിക്ക തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രസിഡന്റുമാർ പോലും പറയുന്നത്. ഇത് ഞാൻ പറയുന്നത് ജൂഡോ ക്രിസ്ത്യൻ വാല്യൂസ് തെറ്റാണെന്നുള്ള നിലക്കല്ല, അതിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, അതാണ് അമേരിക്കയുടെ നിയോഗം എന്ന് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ അമേരിക്കയെ നയിക്കുന്ന ആളുകൾ എന്നുള്ളത് നമുക്ക് ചരിത്രത്തിലുടനീളം കാണാൻ സാധിക്കും. ആ വാല്യൂസിനെ സംരക്ഷിക്കാൻ എന്ന പേരിലാണ് ഇവർ ലോകത്ത് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്തിനാണ്? അമേരിക്കയുടെ ഒരു പിന്തുണ ഇല്ലെങ്കിൽ ഇസ്രായേലിന് വംശഹത്യ നടത്താൻ പറ്റില്ല. അമേരിക്കയുടെ പിന്തുണ ഇല്ലെങ്കിൽ ഇസ്രായേലിന് ഫലസ്തീൻ കയ്യേറാൻ പറ്റില്ല. ഇനി ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ എന്തുകൊണ്ട് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും, ഇത്രയേറെ ലോകത്ത് അതിനെതിരായ ശബ്ദങ്ങൾ ഉണ്ടായിട്ടും അമേരിക്ക ഇസ്രായേലിന് പിന്നിൽ നിൽക്കുന്നു? കാരണം അവിടെ ഇവാഞ്ചലിക്കലായിട്ടുള്ള ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ജൂതന്മാർ ഫലസ്തീനിലേക്ക് പോകേണ്ടവരാണ് എന്നുള്ളതും, അവരവിടെ രാജ്യം സ്ഥാപിച്ച് ആ ഇസ്രയേലിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു ദൗത്യമായി അവർ മതപരമായ ചില വ്യാഖ്യാനങ്ങളിലൂടെ ഏറ്റെടുത്തിട്ട് ആ ഒരു വ്യാഖ്യാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്, ആ താല്പര്യം, ആ സാമ്രാജ്യ താല്പര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് മിഡിൽ ഈസ്റ്റ് മൊത്തം കുളം തോണ്ടിയിട്ടുള്ളത്. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ ഈ ഒറ്റ കാര്യം, ഈ മിഡിൽ ഈസ്റ്റിലെ ക്യാൻസർ ആയിട്ടുള്ള ഇസ്രയേലിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം. എന്നാലോചിച്ചൊക്കെ സിറിയ, ഇസ്രായേലിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം, അതുപോലെ തന്നെ ഏകദേശം എല്ലാ സ്ഥലങ്ങളും ഒന്നുകിൽ അമേരിക്കക്ക് എന്ത് ചെയ്യണം, അമേരിക്കയുടെ താല്പര്യങ്ങളോട് നേരിട്ടിപ്പം വിയോജിക്കാൻ ഞങ്ങളില്ല എന്ന് അവർ സ്വയം പറയണം, ഇല്ലെങ്കിൽ അവിടെ കുട്ടിച്ചോറാക്കും. ഇത് സദ്ദാം ഹുസൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ആ ആക്ഷനിലേക്കൊക്കെ എത്തുന്നത്? സദ്ദാം നിരന്തരം ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നു, അടുത്ത പ്രശ്നം വരുന്നു, മൊത്തം കുട്ടിച്ചോറാകുന്നു. സിറിയ ആണെങ്കിലും അങ്ങനെ എല്ലാ സ്ഥലത്തും നമുക്കത് കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ കാണുന്നത് ഈ അമേരിക്കൻ താല്പര്യം. രണ്ടാമത്തത് വിപണി, അല്ലേ? ഈ ആയുധ വിപണി എന്ന് പറയുന്നത്. ആയുധ വിപണി അത് കൊഴുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആൾക്കാരെ കൊല്ലുന്ന ഏറ്റവും ആയുധം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നും അമേരിക്കയാണ്. അപ്പോൾ അത് ആളുകളെ കൊല്ലുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ വിപണി നടക്കുള്ളൂ. അപ്പോൾ ആ വിപണി നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ലോകത്ത് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനവർ പല കാര്യങ്ങളെ യൂസ് ചെയ്യുന്നു. മതത്തെ ഉപയോഗിക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ കമ്മ്യൂണിസത്തെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് സായുധ സംഘങ്ങൾ, മാവോയിസ്റ്റ് തീവ്രവാദികളൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ രൂപത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അവിടേക്ക് ആയുധം എത്തിക്കുന്നു, അവർ സായുധമായി സംഘടിക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിന് അതുപോലെ തന്നെ ക്രൈസ്തവ ഭീകര സംഘടന, KKK പോലെയുള്ള ഭീകര സംഘടനകൾ, മ്യാൻമാറിലുള്ള ബുദ്ധ ഭീകര സംഘടനകൾ, അങ്ങനെയുള്ള പല സംഘടനകൾ നോക്കുകയാണെങ്കിൽ അവരൊക്കെ ഈ രൂപത്തിൽ അവരുടെ ആശയത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണെങ്കിലും എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള പല വ്യാഖ്യാനങ്ങളിലൂടെ ഇത്തരം സംഘങ്ങൾ ഉണ്ടാക്കുന്നു, അവരെ പരിപോഷിപ്പിക്കുന്നു, പ്രശ്നങ്ങൾ നിരന്തരമായി നിലനിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബേസ് നമ്മളില്ലാതെ നമ്മളിങ്ങനെ ലോകത്ത് നോക്കുമ്പോൾ കണ്ടോ, അവിടെ പ്രശ്നം മൊത്തം പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ ആരാണോ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയിട്ട് അവരുടെ പേരും അല്ലെങ്കിൽ അവരുടെ രൂപമൊക്കെ നോക്കിയിട്ട് ഇവരാണ് മൊത്തത്തിൽ പ്രശ്നക്കാർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കുറച്ചുകൂടി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടാക്കണം എന്നുള്ളതാണ് പൊതുവിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ വളരെ വിശാലമായി സംസാരിക്കേണ്ടുന്ന കുറച്ച് വിഷയങ്ങളാണ്, അതിൻ്റെ ചില ഏരിയകളിലാണ് നമ്മൾ ഇന്ന് സംസാരിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള വിഷയങ്ങൾ നമുക്കിനി കൂടുതൽ സംസാരിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.